ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരക്കിഴങ്ങ് കൊണ്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത 2 വ്യത്യസ്ത രുചികളിലുള്ള ഷേക്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ വേനൽ ചൂടിനും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ദാഹവും ക്ഷീണവും വിശപ്പൊക്കെ മാറാൻ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും പ്രമേഹ രോഗികൾക്ക് വരെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് മധുരക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്കരക്കിഴങ്ങെന്നും പറയും. അപ്പോൾ ഞാനിവിടെ മധുരക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് രണ്ടും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മധുരക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലിനി കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ഈ വെള്ളം കളയുന്നില്ല. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 3 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 3 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ആണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് റോസ്റ്റ് ചെയ്തതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ഡ്രിങ്ക്സിൽ കിട്ടുള്ളൂ. ഇപ്പം ഞാനിത് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ മധുരക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ഇല്ലേ, അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്നും പകുതി മാത്രമേ നമ്മളിപ്പോൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചധികം വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ജ്യൂസ് കുടിക്കണം തോന്നുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം മധുരക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇത് വെന്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക.
മധുരമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്ത കട്ട പാലാണ്. പിന്നെ ഒരു അര ഗ്ലാസ് തണുത്ത പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് 2-3 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കുടിച്ചോളും. ഇനി നമുക്കിത് തരിയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഞാനിത് നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഷെയ്ക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതൊരു വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടി തിക്കായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഐസ്ക്രീം റെഡിയായി കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ ക്യാരറ്റും മധുരക്കിഴങ്ങും കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും തൊലി ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഡ്രിങ്ക് നല്ല ഹെൽത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പഞ്ചസാര അല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഡേറ്റ്സ് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ല കട്ട പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ഗ്ലാസ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാനിത് ഒന്നുകൂടി ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ചെടുത്ത വെള്ളമില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിത് നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഈ ഡ്രിങ്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലും ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മധുരക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടുള്ള നല്ലൊരു ഷേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ 2 ഡ്രിങ്ക്സും മധുരക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയെടുത്തതാണെന്ന് ആരും പറയൂല, അത്രക്ക് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഇതുപോലെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.